ഞങ്ങളുടെ മശിഹാ തമ്പുരാനേ, രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിന്റെ സ്മരണയെ നിർവഹിച്ചുകൊണ്ട് നിന്റെ കരുണയോടും ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ വിശുദ്ധ മാലാഖമാരോടുകൂടെ മഹത്വത്തോടെ നീ വരുമ്പോൾ നിന്റെ ശ്രേഷ്ഠ സിംഹാസനം സജ്ജീകരിക്കുകയും തിരുസന്നിധിയിൽ ഭയന്ന് വിറച്ചുകൊണ്ട് നിൽക്കുവാനായി സകല മരിച്ചവരെയും പുറത്തു കൊണ്ടുവരുവാൻ ഭൂമിയോട് നീ കൽപ്പിക്കുകയും ചെയ്യും. ആ സമയത്ത് നിന്റെ അജഗണങ്ങളെ ഇടത്തും വലത്തുമായി നീ നിർത്തുകയും എല്ലാവരും അവരവർക്ക് അർഹമായി പ്രതിഫലത്തിനും അവരവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന വാസസ്ഥലങ്ങൾക്കുമായി നോക്കി പാർക്കുകയും ചെയ്യും. എന്റെ കർത്താവേ, അപ്പോൾ കഠിനവും മരണകരവുമായ വാക്ക് നിന്നിൽ നിന്ന് കേൾപ്പാൻ ഞങ്ങൾക്ക് ഇടയാകരുതേ. ശപിക്കപ്പെട്ടവരെ എന്റെ അടുക്കൽ നിന്ന് പോകുകയും നിങ്ങളെ ഞാൻ ഒരു നാളും അറിയുന്നില്ല എന്ന് ഞങ്ങളോട് നീ പറയരുതേ. നിന്റെ ഭവനാവകാശത്തിൽ നിന്ന് ഞങ്ങൾ അന്യരായി തീരരുതേ. തിരുമുഖം ഞങ്ങളിൽ നിന്ന് തിരിക്കുകയുമരുതേ. എന്റെ കർത്താവേ, കോപത്തോടെ ഉഗ്രമായി ഞങ്ങളെ നീ നോക്കരുതേ. ഞങ്ങളുടെ പാപങ്ങളും തെറ്റുകളും നിന്റെ വിശുദ്ധ ഹൃദയത്തിൽ നീ സ്മരിക്കുകയും അരുതേ. കർത്താവേ, ഞങ്ങളെ ന്യായം വിസ്തരിപ്പാൻ നീ തുനിയരുതേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ഞങ്ങളെ ആക്കി തീർക്കരുതേ. നീ ഞങ്ങളുടെ ശത്രുക്കളോടെന്ന പോലെ ഞങ്ങളോട് നീ പ്രതികാരം ചെയ്യരുതേ. അന്യരെ പോലെ ഞങ്ങളെ നിരസിക്കരുതേ. കർത്താവേ, നിന്റെ തിരുനാമത്തിനെ ഗ്രഹിക്കുകയും നിന്റെ ദൈവത്തെ തിരിച്ചറിയുകയും ചെയ്തവരായി ഞങ്ങളെ തിരുസന്നിധിയിൽ നിന്ന് നീ തള്ളിക്കളയരുതേ. സുസ്ഥിരവും നിർവ്യാജിയുമായ നിന്റെ വാഗ്ദാനങ്ങൾ അനുസരിച്ച് ഞങ്ങളോട് നീ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കുകയും ചെയ്യണമേ. നിന്റെ അവകാശത്തിന്മേലും നിന്റെ ഇടവകയിലെ ആടുകളിലും കൃപ തോന്നണമേ. ഇപ്രകാരം സഭ നിന്നോടും നീ മുഖാന്തര പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദായിക്കാമോ കാതമോറോ.